ഫ്ലാഷ് ബാക്ക്. പൈസ ഇത്ര നാളെ നടന്നതല്ല, ഞാൻ ഓടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. സോ വിൻഡ് ബ്രേക്കർ എന്ന് പറയുന്നൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങാണ് അവിടുത്തെ സിറ്റീസെ അല്ലെങ്കിൽ അവിടുത്തെ ടൗണിനെ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഗ്യാങ്ങിലേക്ക് ചേരാൻ വേണ്ടി ഒരു പുതിയൊരു കുട്ടിയും കൂടെ വരുന്നു. അവൻ്റെ പേര് സാക്കുറ. ആൻഡ് അവൻ അവിടുത്തെ ഗ്യാങ്ങിലെ ആൾക്കാരോട് കയറുമ്പോൾ ഒറ്റ ലക്ഷ്യത്തിൽ അവൻ അവിടുത്തെ ടോപ്പ് റാങ്കർ ആവണം, ഇല്ലെങ്കിൽ അവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ആളായിട്ടുള്ള ആളാവണം. ആൻഡ് അവിടുത്തെ ആൾക്കാരോട് അവൻ അവിടുന്ന് ഒരു ചെറിയൊരു റേഡിയോ പോലെ സംഭവത്തിൽ അവൻ ഇറങ്ങും. ആൻഡ് അപ്പോഴാണ് അവൻ കാണുന്നത് ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓപ്പോസിറ്റ് ഗ്യാങ്ങാർ അവിടുത്തെ ഒരു മിഡിൽ സ്കൂളറിനെ ഇങ്ങനെ ചേസ് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സാക്കുറയും അവൻ്റെ കൂട്ടുകാരും ഫൈറ്റിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യും. ആൻഡ് അവർ അവിടെ വെച്ചാണ് ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ സെക്കൻഡ് പവർഫുൾ പേഴ്സണെ കാണുന്നത്, ജോ. പിന്നെ ജോ എന്ന് ഇപ്പോൾ വിളിക്കാം നമുക്ക്. ആൻഡ് ജോ ഈസ് എ വളരെ ക്രൂവലായിട്ടൊരു പേഴ്സൺ. അത് കാണുമ്പോൾ തന്നെ ആൻഡ് നല്ല സ്ട്രോങ് പേഴ്സൺ. അത് കാണുമ്പോൾ നമ്മുടെ സാക്കുറയ്ക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടൊന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് അതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ ഹിസ്റ്റോറിയൻ്റെ ടോപ്പ് ലീഡറായിട്ടുള്ള, അവൻ്റെ പേര് ഇപ്പം എനിക്ക് അറിയത്തില്ല, ബട്ട് കണ്ടില്ല ഞാൻ പറഞ്ഞു തരും. ആൻഡ് അവനാണെങ്കിൽ അവിടെ ഫുൾ റഷ് ചെയ്ത് നമ്മുടെ ഗ്യാങ്ങിലെ എല്ലാവരും അടിച്ചിട്ട് അവൻ ഓടിയ നേരെ ബേസിലേക്ക് തന്നെ കയറി വന്ന് നമ്മുടെ ഊമിയായ ചാലഞ്ചിൽ വിളിക്കും. ആൻഡ് ഊമിയ ഇസ് നോട്ട് ദാറ്റ് ബിഗ് യു നോ. ആൻഡ് ഊമിയ ചാലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും 1v1. ഉമ്മിനിസ മാത്രമല്ല 1v1 ചെയ്യുന്നത്. ഇവർ ഇത്രയും പേര് വന്നിട്ടും 1v1 ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അതുകൂടാതെ അപ്പരാണ് നമ്മുടെ ഈ സിസ്റ്റോറിൻ്റെ ലീഡർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഏരിയയിൽ സിസ്റ്റോറിൻ്റെ ബേസിൽ വന്നിട്ട് 1v1 കളിക്കാമെന്ന്. അങ്ങനെ സിസ്റ്റോറിൻ്റെ ബേസിൽ 1v1ന് വേണ്ടി പോകുന്ന നമ്മുടെ കൂട്ടുകാർ ഇവിടെ വെച്ചാണ് നിർത്തിയത്. സോ ഇവിടെ വെച്ച് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് തോന്നി തവണ എൻ്റെ മൈക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇൻട്രോ വരുന്നതേ ഉള്ളൂ. അവരവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റോറിയുടെ ഗ്യാങ് എല്ലാം അവിടെ നിൽപ്പുണ്ടാകും അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി. വാ പെട്ടെന്ന് വാ, നമുക്ക് 1v1 തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ്. ആൻഡ് അവരെ എല്ലാം നോക്കിക്കൊണ്ട് നൈസ് നമ്മുടെ ഗ്യാങ് യെസ് ഗൈസ് പ്യൂർ വിൻഡ് ബ്രേക്കേഴ്സ് ഈസ് റെഡി ഹിയർ ടു ഫൈറ്റ് ദം. ആൻഡ് നമ്മുടെ ഉമ്മയെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ആവുമായിരുന്നു. ആൻഡ് ഇപ്പോൾ ഉമ്മയെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഹലോ മച്ചന്മാരി, എല്ലാവർക്കും എൻ്റെ ഈ പുതിയ റിലീസാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിൻഡ് ബ്രേക്കർ എപ്പിസോഡ് 5. ആൻഡ് ഹിയർ വി ഗോ ഗൈസ്, ദ 1v1. ആൻഡ് ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ്, ഇതുവരെ നടന്നതിൽ എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡ്. ഇതന്നെയല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞേ ഗൈസ്. ശരിയും പറഞ്ഞാൽ നമ്മുടെ വിൻഡ് ബ്രേക്കറിൻ്റെ ഓരോ എപ്പിസോഡ് ഒരു പൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ബട്ട് എന്ത് പറയാനാണ്, നമ്മുടെ പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ടോക്കിയോ റേഞ്ചേഴ്സിനൊക്കെ ഇത് പൊട്ടിക്കോ, ടോക്കിയോ റേഞ്ചേഴ്സ് അത്ര ഇത് വരുമെന്ന്. ബട്ട് ടോക്കിയോ റേഞ്ചേഴ്സ് ഇസ് എ അനദർ ലെവൽ ഓഫ് ഫൺ ആൻഡ് എക്സ്പീരിയൻസ്. ആൻഡ് ഇതും വേറെ ലെവൽ ഫണ്ണും എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ആൻഡ് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നതിൽ 2 1v1 നമുക്ക് ഈ മാച്ചിൽ തന്നെ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് കാണേണ്ട 2 1v1 എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഫൈറ്റ് ചെയ്യണം. ഒരാൾ ഇങ്ങനെ ഇരിക്കുക ഗൈസ്, ആളുടെ ഫൈറ്റ് നമുക്ക് ഇൻട്രോയിൽ മാത്രം വരെ കാണാൻ പറ്റുള്ളൂ. ഒരു ഐ പാച്ച് കഴിയുക, അവൻ്റെ ഫൈറ്റ്, അവൻ്റെ സ്മൂത്ത് ആൻഡ് ക്ലീൻ ഫൈറ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാൻ പറ്റും. ആൻഡ് ഞാൻ എൻ്റെ മൈക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഈ തവണ എൻ്റെ മൈക്ക് നല്ലതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോ തവണ പറഞ്ഞു എൻ്റെ വോയിസൊക്കെ തീരെ ഓരോ കൊള്ളത്തിലൊക്കെ, അതിന് വേണ്ടി ഞാൻ ഈ തവണ ശരിയാക്കാൻ നോക്കാം. ആൻഡ് കമോൺ, ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ ഡു ഗൈസ്. അപ്പം അധികം താമസിക്കുക തന്നെ നമുക്ക് എന്ത് വീഡിയോയിലേക്ക് പോകാം. കുറേ കൂട്ടുകാർ പറഞ്ഞു എപ്പിസോഡ് 3 ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ടും അടുത്ത എപ്പിസോഡെന്ന്. ഓക്കെ, സോ നീഡ് ടു വെയിറ്റിംഗ് ബിക്കോസ് ഐ ആം യുവർ എക്സ്പ്ലെയിനർ മിസ്റ്റർ ആൻവേ മലേസിയ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ചൂസി ആണെങ്കിൽ ഈ റഷ്യ ഓടിപ്പിടച്ച് പോകുന്നുണ്ട്. ആ നടക്കുന്ന പോണ ചൂസി, അവനാണ് ഗ്യാങ്ങിലെ ലീഡർ. അവൻ്റെ പുറകിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരും പോകുന്നുണ്ട്. പതിയെ ഓരോ സ്ഥലം കണ്ടുകൊണ്ട് ഇങ്ങനെ പോവായിരിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ സാക്കുറയായിരുന്നു നോട്ടീസ് ചെയ്യുന്നത്, ഹേയ് ഇവിടെ ഫുള്ളും ബാറുകളും ക്ലബ്ബുകളും ആണല്ലോ. അത് പിന്നെ ഞാനും കേട്ടിട്ടുണ്ട്, ഇവിടെ എപ്പോൾ ഒക്കെയാലും ബാറും ക്ലബ്ബും എല്ലാം വന്ന്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കും, ബട്ട് രാത്രിയാകുമ്പോൾ കാണണം ഇവിടെ എല്ലാം ഭയങ്കര ലൈറ്റും വെട്ടമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എന്താണ് ഇവിടെ? നീ ആരോട് ഫൈറ്റ് ചെയ്യുന്നില്ലല്ലോ? അത് പിന്നെ എനിക്ക് ആരെയും രക്ഷിക്കാനൊന്നും പറ്റത്തില്ല നിങ്ങളെപ്പോലെങ്കിലും. എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാമല്ലോ നിങ്ങളുടെ ഫൈറ്റിങ്ങും എല്ലാം കണ്ട്. ഇതായിട്ട് സാക്കുറയാണെങ്കിൽ അപ്പഴേ അങ്ങ് ബ്ലഷ്ഡായി പോവും, ചുമന്ന് പോവും. അപ്പം ഇതാണെന്ന് നമ്മളെ സാനോ പറയാൻ തുടങ്ങും, ഹേയ് സാക്കുറയെ ബ്ലഷ് അടിപ്പിക്കാൻ പറ്റിയ എളുപ്പമല്ലേ, ഉണ്ടാറാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്കുറാണ് ചിലക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് ഹിരാഗി, നിന്നോടും കൂടെ നീയും മിണ്ടാറാ, ഇവർക്കൊക്കെ ഒരു ഇച്ചിരിയെങ്കിലും ഒരു പേടി വന്നൂടെ, അറ്റ്ലീസ്റ്റ് ഒരു വലിയ ഫൈറ്റല്ലേ. എടാ നീ കുറച്ച് റിലാക്സ് ആവും, കമോൺ ചില്ലാക്കി എടുക്കുക. പക്ഷെ നിനക്കറിയാവുന്ന പോലെ തന്നെ ഇറ്റ്സ് എ പ്രോമിസിങ് വൺ. ഇവരുടെ എല്ലാവരുടെയും കാര്യം നമ്മുടെ കയ്യിലല്ലേ, നമുക്ക് ജയിച്ചേ പറ്റൂ.
ചൂസായിട്ടൊരു ഇടവരി കൂടെ പെട്ടെന്ന് പറയും വാ വാ പെട്ടെന്നാട്ടെന്ന് പറയും. എന്നിട്ട് നമ്മുടെ പിള്ളേരെല്ലാം അവൻ്റെ പുറഞ്ഞു പോകാൻ തുടങ്ങും. ബാക്ക് ടു ചേസിങ്. അങ്ങനെ അവരെല്ലാം അവരുടെ സിസ്റ്റോറിൻ്റെ ബേസിൻ്റെ ഫ്രണ്ടിൽ എത്തും. ആൻഡ് ഇവർ അവരെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ സ്ഥലത്തെ വിളിക്കുന്നത് സിസ്റ്റോറിൻ ലയർ എന്നാണ്. ആൻഡ് ഇത് പഴയൊരു സിനിമ തിയേറ്ററാണ്. അതിനെ അവരിപ്പം അവരുടെ ബേസാക്കി എടുത്തേക്കുന്നത്. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ സംസാരിക്കുന്നുണ്ടാവും ഈ സിസ്റ്റോറിൻ്റെ ഈ ലയർ എന്ന് പറഞ്ഞ ഈ സ്ഥലം ഒരു മൂവി തിയേറ്ററിൽ നിന്ന് അവരിങ്ങനെ മാറ്റിയെടുത്തല്ലോ എന്ന്. ആൻഡ് അതിന് ശേഷം അവർ ആ സ്ഥലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കാണിക്കും. നമ്മുടെ ചൂസ് നല്ല എക്സൈറ്റഡ് ആണ്. അവൻ പറയും ഇത് നമ്മൾ പൊളിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ അത് പറഞ്ഞവൻ ആ തിയേറ്ററിൻ്റെ ഡോർ അങ്ങ് തുറക്കും. നോക്കുമ്പോൾ ഒരു അറീന പോലെ അവരവിടെ ക്രിയേറ്റ് ചെയ്യിക്കുന്നത്. എന്നിട്ട് അവരെല്ലാം അവിടെ കിടന്ന് വിളിച്ചു പോകാൻ തുടങ്ങും. എൻ്റർ ടു ദ ബാറ്റിൽ ഫീൽഡ്, ടൈം ടു എൻ്റർ ദ ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. ഇതാണ് നേരിയാണെങ്കിൽ പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും. അവൻ പറയും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമോ, ഞങ്ങൾ ജീവനോടെ തിരിച്ച് വീട്ടിലെത്തുമോ, അയ്യോ എന്ന് പറയാൻ കിടന്ന് ഇങ്ങനെ പേടിക്കാൻ തുടങ്ങും. നീ ഇവിടെ പഠിക്കാൻ വന്നതല്ലേ, അപ്പം തല മണിക്കാൻ നേരം നോക്കിയിരിക്കുക, വരെയെല്ലാം പഠിക്കാൻ പറ്റും. അപ്പോൾ സമയമായിരിക്കുന്നു കൂട്ടുകാരെ, നമ്മുടെ അടിപൊളി സൂപ്പർ ഫാൻ 1v1 തുടങ്ങാനായി. പിള്ളേരെ മെയിൻ ഫൈറ്റ് എൻ്റെയും ചൂസ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ തോറ്റോ ജയിച്ചോ അതൊന്നും ഇവിടെ കൂട്ടത്തൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഫീൽ ഫ്രീ ആയിട്ട് അങ്ങ് ഫൈറ്റ് ചെയ്താൽ മതി, ഒരു ടെൻഷനും അടിക്കണ്ട. തോറ്റാലും ഒന്നുമില്ലെന്ന്, ഇവിടം വരെ വന്നത് തോക്കാനല്ല, ഞങ്ങൾ ജയിക്കാനാണ് വന്നത്, ജയിച്ചിട്ടേ ഓത്തുള്ളൂ. നീ കേട്ടില്ലേ മമ്മിയാ, ഇവന്മാർ കൊള്ളാം. അങ്ങനെ ഫൈറ്റ് തുടങ്ങുമ്പോൾ ആദ്യം ആർക്കാ ഫൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഈ മുടിക്കാൻ എണീച്ചിട്ട് അറിയും ഇവൻ ആദ്യം ഫൈറ്റ് ചെയ്യണോ. ഇവൻ്റെ പേരെന്തോ എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഗൈസ്. എനിക്കിത് യക്ഷിയോട് ഫൈറ്റ് ചെയ്യണം. ഇവൻ്റെ മൂക്ക് ലുക്കും കാണുമ്പോൾ എനിക്കെന്തോ കൈ അങ്ങ് പേഴിക്കുന്നതാണെന്ന് തോന്നുന്നു പൊട്ടിക്കാനായിട്ട്. നിന്നെ ഒരു പേഴ്സണൽ റിക്വസ്റ്റായിട്ട് വേണ്ട ഒരുത്തം വിളിച്ചേക്കുന്നു. അങ്ങനെ അവൻ്റെ കൂടെ നമ്മുടെ ഹിരാഗി ഫൈറ്റിന് വേണ്ടിയാണ്ട് പോകും. അങ്ങനെ നമ്മൾ ചെറുക്കാണ്ട് ഫൈറ്റിന് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ സാക്ര പറയുന്നു വിളിച്ച് പറയാൻ ഈ ചെറുക്കൻ്റെ കാര്യം. അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ പറയും എടാ ഞാനോട് ഓൾറെഡി ഫൈറ്റ് ചെയ്ത് എനിക്കറിയാം നീ സ്ട്രോങ് ആ, പക്ഷെ എന്നാലേ ഞാൻ പറയുക നീ അവനടുത്ത് വല്ലതും തോറ്റിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ശരിക്കും പറയുക നിന്നോട് ഇനി മേലെ ഫൈറ്റുമായിട്ട് എന്നെ അടുപ്പിക്കത്തില്ല ഞാൻ. ഇങ്ങനെ ഒരു ഫൈറ്റിന് വേണ്ടി 2 സ്റ്റേജിൽ കയറി നിന്നിട്ടുണ്ട്. ഇനി ആരാദ്യം ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നോക്കിയാൽ മതി, ആർക്കാദ്യം ഇടി കിട്ടുമെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ നീരയാണെങ്കിൽ ബുക്കെടുത്ത് വായിക്കുമായിരിക്കും ഈ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വന്നാൽ മുടിയേണ്ട കാര്യം. അവൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അവൻ ഇടിച്ച് റിപ്സ് അങ്ങ് കുടിക്കും. ശ്വാസം വിടാനൊക്കെ പിന്നെ വലിയ പാടായിരിക്കും. നമ്മുടെ ഗോറ്റാരോടെ അടി എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ സാനൊക്കെ അറിയാമെന്നുകൊണ്ട് തന്നെ അവൻ ഒരു പേടിയോ ടെൻഷനോ ഒന്നുമില്ല, അല്ലെ എന്ന് ചില്ലാവും. ഇങ്ങനെ മാച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ചെറുക്കൻ ചീറ്റിങ് ചെയ്ത് തന്നെ ജയിക്കാൻ നോക്കുന്നത്. നമ്മുടെ ഗോച്ചാരോടെ ശ്രദ്ധ തെറ്റിച്ച് മിനിസായി കളിയാക്കിക്കൊണ്ട് അടിക്കാമെന്ന് ചോദിച്ചു, അത് നടന്നില്ല. നമ്മുടെ ഗോച്ചാർക്ക് ഒരു സ്ക്രാച്ചൊന്നും പറ്റിയില്ല. അവനെ നിലത്തങ്ങ് അടിച്ചു. എന്നിട്ട് പറഞ്ഞു ഉമ്മിനിയല്ലടാ ഉമ്മിനിസാന്ന് വിളി മൊറോ. ഗോച്ചാറ 1 പഞ്ച് ചെയ്ത് കണ്ടിട്ട് അപ്പുറത്തെ ടീമിലെ പിള്ളേരെല്ലാം അങ്ങനെ പേടിച്ച് ശരിക്കൂടെ 1 പഞ്ചൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ നീരോരൊക്കെ ആണെങ്കിൽ ഇത് കണ്ട് നല്ല പേടിച്ചു പോകും. ഇവനെയൊക്കെ ഒറ്റ അടിക്ക് കിട്ടിയിട്ടോ അപ്പോൾ എൻ്റെ കാര്യമൊക്കെ എന്താവും. അതേ സമയത്ത് തന്നെ ജോ ആണെങ്കിലോ നല്ല സീരിയസ് ആവാനും തുടങ്ങും. ചൂസി ആണെങ്കിൽ നമ്മുടെ കോച്ചാരെ കണ്ട് നല്ലോണം എക്സൈറ്റഡ് ആകട്ടെ, അവനോട് ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ പോകാൻ തുടങ്ങും. ബട്ട് നമ്മുടെ ജോ പിടിച്ചിരുത്തും, നിൻ്റെ ഫൈറ്റ് ആവുന്നതാണ് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ കോച്ചാറ് താഴത്തേക്ക് ഒന്ന് ഇറങ്ങി വരാം സ്റ്റേജുള്ള സംഭവത്തിൽ നിന്ന്. അതുകഴിഞ്ഞിട്ട് നമ്മൾ മിസ് അവനെ നല്ലോണം അപ്രിസിയേറ്റ് ചെയ്യും. നീ എപ്പിലത്തെ പോലെ ഇപ്പോൾ ഒരു അഗ്രസീവ് ആടാ, നീ പൊളിയാടാന്നൊക്കെ പറഞ്ഞു. നിൻ്റെ ബോഡി ഭയങ്കര ഹാർഡാ, അതുകൊണ്ട് ഒരടിയൊന്നും കിട്ടിയാൽ നിനക്കൊന്നും പറ്റത്തില്ലെന്നൊക്കെ എനിക്കറിയാടേ. എന്നിട്ട് അവൻ്റെ അടി കിട്ടിയെടുത്ത് തന്നെ 2-3 അടി വീണ്ടും വെച്ചു കൊടുക്കും. എന്തോ വട്ടൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിയിരിക്കുമ്പോൾ നമ്മുടെ സാക്ര മാത്രം ചില്ലായിരിക്കുകയായിരുന്നു. ഇതാണ്ട് നമ്മുടെ നേരീസാനും ചോദിച്ചു നിനക്ക് അവൻ ഇത്രയും വിശ്വാസമോ. പിന്നെ അവൻ എന്നോട് ആദ്യം ഫൈറ്റ് ചെയ്തതല്ലേ, സാക്രമായിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്താൽ ബട്ട് സ്റ്റിൽ സാക്രയ്ക്ക് അവൻ്റെ പവർ എന്താ അറിയാം. അവിടെ വെച്ച് നമ്മളെ ചൂസ് നമ്മുടെ ജോഡി ചോദിക്കുന്നുണ്ട് ഈ ഗോച്ചാരം നിൻ്റെ ഓപ്പണൻ്റാടെ നീ എങ്ങനെ അവനെ തോൽപ്പിക്കും. അത് കേട്ട പാടെ തന്നെ അവൻ നല്ലോണം സീരിയസ് ആവും. ആദ്യത്തെ ഒരു റൗണ്ട് തന്നെ തോറ്റുകൊണ്ട് തന്നെ അവൻ നല്ല സീരിയസ്ഡ് ആയി. അതിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ അവന് കുറച്ചുകൂടെ സീരിയസ് ആയി. ഓക്കെ, അങ്ങനെ അടുത്ത മാച്ച് തുടങ്ങാൻ വേണ്ടി നമ്മുടെ ചൂസി പറയും ഈ ശവത്തെ ആരെങ്കിലും എവിടെയും കൊണ്ട് കുടിച്ചു വിടുമോ. അങ്ങനെ 2 പേരും വന്ന് അവൻ്റെ ശരീരം പിടിച്ചുകൊണ്ടിരുന്ന് എടുത്ത് മാറ്റാൻ പോകുമ്പോഴേക്കും അവനെടുത്ത് താഴത്തേക്ക് കിടും. കാരണം ഇവിടെ തോറ്റവർക്ക് വിലയില്ലല്ലോ. എന്നിട്ട് അവനെ മോന്തയ്ക്ക് ചവിട്ടും വെച്ച് കൊടുക്കും. ഇത് കണ്ട സാക്കുറയ്ക്കാണ് തീരെ ഇഷ്ടപ്പെട്ടില്ല. സാക്കുറ ചോദിക്കും കൂടുതലാണ് ചിലക്കല്ലേ പിള്ളേരെ എൻ്റെ അടുത്ത്. ഇത് അമ്മമാർക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടത്തുമില്ല.
അതല്ലെങ്കിലും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഈ ഫൈറ്റിന് ശേഷം നിങ്ങൾ എന്തായാലും പറയത്തില്ലോ സിസ്റ്റോറിയും പവർഫുള്ളാന്ന്. കാരണം അത് കേൾക്കുന്ന എനിക്ക് പോലും നാണക്കേടാ. അങ്ങനെ അവരിവരോടൊരു ഫൈറ്റ് വിൽക്കാൻ വരും. ബട്ട് അപ്പോൾ സാനോട് റിപ്ലൈ ചെയ്യണം. ഈ കൊച്ചു പിള്ളേർക്കൊക്കെ എന്തോ മനസ്സിലാണ് സേക്ര. അവർ റാസ് കിക്ഡ് ആവുന്നിടം വരെ അവർ ഇങ്ങനെ കിടന്ന് ചിലച്ചോണ്ടിരിക്കും പട്ടികളെ പോലെ. എടുത്തും എന്താടാ നീയൊക്കെ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നാണോ? ഡേയ്, അവൻ നിൻ്റെ ഓപ്പോണൻ്റാണോ? പിന്നെ എന്തിനാ നീ അവൻ്റെ കൂടെ ഫൈറ്റിന് പോന്നേ? അങ്ങനെ പറഞ്ഞ് ചൂസി അവന്മാരെ ഓടിച്ചു വിടും. ആസ് യു നോ ഹീസ് ദർ ലീഡർ. ചൂസി വീണ്ടും ഫൈറ്റിന് വേണ്ടിയുള്ള ഹൈപ്പായിട്ട് ചൂസി അറിയേ പെട്ടെന്ന് അടുത്ത ആൾ. എന്നാൽ പിന്നെ ഞാൻ പോവാം അടുത്ത ഫൈറ്റ്. എന്ത് പറയുന്നു? തമാശ പറയല്ലേ അളിയാ, അടുത്ത ഞാനല്ലേ. എൻ്റെ ലിറ്റിൽ ക്യൂട്ടി അവിടെ റെഡി ആയി നിൽക്കുക. ഓ, ക്യൂട്ടിയെ കാണാൻ ഇച്ചിരി സ്ട്രെസ്ഡ് ആയിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല, ഫൈറ്റിൻ്റെ ഇടയിൽ ഞാനത് ശരിയാക്കി എടുത്തോളാം. നീ എപ്പോഴും പറയത്തില്ലേ നിനക്ക് ഇവിടുത്തെ ടോപ്പ് സ്പോട്ട് വേണമെന്ന്? ഞാൻ നേരത്തേക്ക് വിചാരിച്ചത് എന്തോ വലിയ മണ്ടത്തരമൊക്കെയാണെന്ന്. ബട്ട് യുനോ നീ എന്താ ഇപ്പം എന്നോട് ഫൈറ്റ് എടുക്കാൻ വന്നാ? അല്ല, സോറി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ എപ്പോഴൊക്കെ ഫൈറ്റ് വിൽക്കാനും നീ എപ്പോൾ എന്ത് ചെയ്താലും എപ്പോഴും അടിപൊളിയായിട്ടേ വരുത്തുള്ളൂ. ആൻഡ് പതിയെ ഞാനും ചിന്തിച്ചു തുടങ്ങി, ടോപ്പ് സ്പോട്ട് എടുക്കുന്ന അത്ര പനക്കാര്യമൊന്നും അല്ല. ആൻഡ് അത് പോസിബിളുമാണ്. ആൻഡ് ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യാം നിൻ്റെ കൂടെ തന്നെ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി. ശരി നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പോയി ഫൈറ്റ് ചെയ്യും പോകും. അതിനുശേഷം സാനോയും ആച്ചാറും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കും. അപ്പോൾ നമ്മുടെ സാക്രു ചോദിക്കും സാനോയുടെ ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്ന്. അത് നമ്മുടെ നിരി നമ്മുടെ സാക്കുറയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ രീതി എങ്ങനെയാണെന്ന്. പക്ഷേ നിഹിരയുടെ ലൈലും എന്തോ അവൻ നല്ല സ്ട്രോങ് ആണെന്നും അല്ലാതെ അവന് എന്തൊക്കെയോ ഫൈറ്റ് ചെയ്യാനുള്ള നല്ല സ്കിൽസ് ഉണ്ടെന്നും അല്ലാതെ അവനെ മിഡിൽ സ്കൂളിലെ അവനെ സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റ് പോകുന്നതും അല്ല അവൻ ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തതെന്നോ അവൻ്റെ രീതികൾ എങ്ങനെയാണെന്നോ ഒന്നും അവനും അറിയത്തില്ല. അവന് നല്ലൊരു സ്ട്രോങ് ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ട് നമ്മുടെ ഹിരാഗിയും പറയും അവൻ്റെ പേര് കുറേ തവണ ഇവരെല്ലാം കേട്ടിട്ടുണ്ടെന്നല്ലാതെ അവനെക്കുറിച്ച് അധികം ആർക്കും അങ്ങനെ അറിയത്തില്ല. പറഞ്ഞില്ലേ അവനിങ്ങനെ കൈനടിക്കുന്നതേ ഉള്ളൂ. പുള്ളിക്കാരൻ സീനാണ്. സ്കൂളിൽ പഴയ മിഡിൽ സ്കൂളിൽ വെച്ച് അവൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നോ അവനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ബട്ട് അതൊന്നും നമ്മുടെ ഉമ്മിക്ക് സായിക്കോ അധികം അറിയത്തില്ല അവൻ എങ്ങനെ എന്താണെന്നൊന്നും. ആകപ്പാടാകുമ്പോൾ ഉമ്മി സായിക്ക് അറിയാവുന്നത് തന്നെ ഇവൻ്റെ അടുത്ത് ആര് ചെന്നാലും ആര് സഹായിക്കുകയും ചോദിച്ചെന്നാൽ അവരെ സഹായിക്കുകയും കൺഫോർട്ട് ചെയ്യുകയും ചെയ്യും. അവനൊരു കൈൻഡ് ജെൻറ്റിൽമാൻ എന്നാണ് നമ്മുടെ ഉമ്മിനിസായുടെ അഭിപ്രായം. ശരിയാ? നീ എന്താ ഇങ്ങനെ? നിനക്കൊക്കെ ദേഷ്യമൊക്കെ ഒന്ന് വന്നുകൂടാടാ. നേരത്തെ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിൻ്റെ കൂട്ടത്തിൽ ഒരാളെ അടിച്ചിട്ടപ്പോൾ ഭയങ്കര ടോക്സിക്കും കളിയാക്കലും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പം എന്തോ പറ്റി? പിന്നെ അല്ല ഇപ്പോൾ വന്ന് ഒരുത്തൻ കയറി വന്ന് എൻ്റെ ചേട്ടനെ അടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണ്ടേ? ഞാനെപ്പോഴും എൻ്റെ ചേട്ടനെ കണ്ട് നടക്കുന്നത്. ചേട്ടൻ നല്ല സ്ട്രോങ് ആ പവർഫുള്ളാന്ന് പറഞ്ഞാൽ ഞാനിരുന്നേ. ആ ചേട്ടനൊക്കെ അടിച്ചിട്ട് ഞാൻ എങ്ങനെ പിന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക നീ പറയുന്നേ? അയ്യോ പാവം കുണ്ണുവാവ. അയ്യോ ചേട്ടൻ വീണ കണ്ടപ്പോൾ അവനങ്ങ് പേടിച്ചു പോയി. ആണോ കൈൻഡാന്നൊക്കെ പറഞ്ഞേ. ഇതിന് ശേഷമുള്ള എടുക്കാൻ വന്ന ഫൈറ്റ് ചെയ്യാൻ എന്തായാലും നല്ല ഇത് നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് ഇവൻ്റെ ഫൈറ്റുകൾ അടിപൊളി ക്ലീനാണ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കാനൊന്നും വരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് അനാവശ്യമായിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അത് ഞാൻ മാക്സിമം പറയാതിരിക്കാൻ നോക്കാം. അവനവൻ്റെ മിഡിൽ സ്കൂളിന് ശേഷം ഇത്ര നല്ലോണം ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അവൻ ആരായിട്ടെങ്കിലും കുറച്ച് അട്രാക്റ്റ് ആയി കാണും. ഐ മീൻ അവൻ്റെ കൂട്ടാവണമെന്ന് വിചാരിച്ചാണ് സാക്ര അവൻ്റെ കൂട്ടാവണമെന്നാണ് മാച്ചിന് മുമ്പ് ഞാൻ പറഞ്ഞത്. സോ അതിൻ്റെ ഫൈറ്റെല്ലാം അവൻ കാണിക്കുന്നുണ്ട് അവിടെ. അതിനെക്കുറിച്ചെല്ലാം അവർ അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് കണ്ടുപിടിക്കുന്നത് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സാക്കുറേൻ്റെ ഏരിയ അല്ല. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ചെറുക്കനില്ല, ആ ചെറുക്കനോട് നമ്മുടെ സാധനം ചോദിക്കും, നിന്നെ മനസ്സിൽ എന്താ ഞാൻ ഗസ് ചെയ്യട്ടെ? നിനക്ക് പേടിയല്ലേ അന്നാക്കണ്ടേ ആ ചെറുക്കനെ പോലെ നീ ആവുമെന്ന്? നിന്നെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുമെന്ന്, നിന്നെ എല്ലാവരും ഇടിച്ച് ശരിയാക്കുമെന്ന്. ആൻഡ്
നീ തോറ്റ് കഴിഞ്ഞാൽ നല്ല നിനക്ക് വരികയും ചെയ്യും. നല്ല സത്യമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം ഉത്തരവായിട്ട് നിന്നോട് ഒരു കാര്യം പറഞ്ഞേ, ഒരു അഡൾട്ട് ആവാൻ. സ്റ്റോപ്പ് ബീങ് എ ചൈൽഡ്. ഓക്കെ, അപ്പം നീ ഇനി താഴെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഐ മീൻ ലെറ്റ്സ് എൻഡ് ദിസ് ബാച്ച്. അത് തന്നെ, നിന്നെക്കൂടെ പറ്റുന്ന അത്ര നീ ഇമാജിൻ ചെയ്ത് ഓർത്ത് വെച്ചാൽ നോക്കിയോ. കാരണം ആ ഇമാജിനേഷൻ ആയിരിക്കും ഇനി നീ എണ്ണിക്കാൻ പോകുമ്പോൾ നിൻ്റെ ഓർമ്മ കേട്ടോ. അപ്പം നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം നമ്മുടെ സാധനം ഇനി ഫൈനൽ ബ്ലോ ആയിട്ട് അവന് കൊടുക്കാൻ പോവാണ്. ഇതിന് ശേഷം അവനൊന്നും ഓർമ്മ കാണത്തില്ല എന്നാണ് അവൻ പറഞ്ഞു വന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ചേർക്കാൻ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങും. കഷ്ടക്ക് ഇവനെ ആര് സിസ്റ്റോണിൽ എടുത്തേ. കഴിഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങും അവന്. ഇതിലും ദാരിദ്ര്യം കഴിഞ്ഞാൽ അവർക്ക് വേറെ വല്ലതും വരാനുണ്ടോ? ഓക്കെ, അങ്ങനെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ജോ പറയും ഓക്കെ മതി, അത് ധാരാളം. അവൻ ഓൾറെഡി തോറ്റെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇത്ര നേരം നമ്മുടെ ജോസി കിടന്ന് ഉറങ്ങുകയും ചെയ്യായിരുന്നു. ഇജാതി ബോർ ഫൈറ്റെന്ന്. ആൻഡ് ഇപ്പോൾ ഈ പാച്ചിലായി താഴത്തേക്ക് ഇറങ്ങി വരാമെന്ന്. ഐ മീൻ അവരുടെ സാനോയ്ക്ക് നമുക്ക് തിരിച്ചു വരാമെന്ന്. ആൻഡ് സാനോ ഈസിലി വോൺ ദിസ് മാച്ച്. ഇത്ര നേരം കരഞ്ഞോ എന്താ വീണ്ടും കൈവയ്ക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ഇതുവരെ കഴിഞ്ഞില്ലെന്ന്. അവൻ്റെ കയ്യിൽ ഇനിയും മനസാക്ഷി ഇല്ല എൻ്റെ പൊന്നു ബ്രോ. എണ്ണിച്ച് പോയില്ല, ഇതിനെ പച്ചയ്ക്ക് കത്തിക്കും ചോരുമാരുതി. ഇപ്പം അവനെ കൈ കിട്ടിയ പിടിച്ച് കീറിക്കളയെന്നുള്ള അവസ്ഥയിലേക്കുന്നു. ഒരു അഡൾട്ട് ആവാന്ന് വെച്ചാൽ നീ നിൻ്റെ കൂട്ടുകാർക്കും ആർക്കെങ്കിലും കെയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നീ ഒരു അഡൾട്ട് ആവാൻ തുടങ്ങുന്നത്. എപ്പോഴെങ്കിലും നിനക്ക് ആരെങ്കിലും രക്ഷിക്കണമെന്നോ സഹായിക്കണമെന്നോ തോന്നുമ്പോൾ അപ്പം നീ മനസ്സിലാക്കും നീ ഒരു അഡൾട്ട് ആവുന്നു. അതിന് മുമ്പേ നിനക്ക് 2 കാര്യങ്ങളൂടെ വേണം. അതാണ് ഇമാജിനേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഇത് രണ്ടും നിനക്കില്ല. അതുകൊണ്ട് നീ പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കണം നീ ഒരു അഡൾട്ട് ആവുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹീറോ ആയിട്ടുള്ള സാനോയെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡ് 5 ഇവിടെ കൊണ്ട് തന്നെ എൻഡ് ആവുകയാണ്. ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാൻ താമസിച്ചെന്താ വെച്ചാൽ എൻ്റെ റിസൾട്ടൊക്കെ വരാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അതാ ഞാൻ വീഡിയോ അപ്പോൾ ഉണ്ടാകുക വിചാരിച്ചാൽ. ബട്ട് നിങ്ങളെല്ലാം നിർബന്ധം കണ്ടിട്ടേ പറ്റുമെന്ന് മനസ്സിലായി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.